മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയില്. നമുക്ക് എന്തായാലും പണിയുണ്ട്. ഷോക്ക് അടിച്ചില്ല അപ്പൊ മയത്ത്? ഷോക്ക് ഇറത്തൊക്കെ അടിക്കും. എന്താ കാട്ടണ, ഞാൻ ഈ പണിയല്ലേ പഠിച്ചിട്ടുള്ളൂ. കാലത്തപ്പ നല്ല ഉഷാറായി. നോക്കി പൊങ്ങിയത് കാട്ടി കൊടുക്കട്ടെ. നല്ല അടിപൊളിയായി. കേക്ക് മാർക്കുണ്ടല്ലേ? അടിയാണ്, മിക്കവാറും അടിന്റെ കാര്യയിലാണ്. അത് നോക്കി നിങ്ങള്, ആ ഉള്ളു വന്നിട്ടില്ല. ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നല്ല മഴയാണ് കേട്ടോ. ചായയുടെയും കാര്യമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ രാവിലെ തന്നെ നമ്മള് തിരുമ്പാനിറങ്ങും. കാരണം എന്താ വെച്ചാല് പെരും മഴയല്ലേ, ഉണങ്ങൂലല്ലോ. അപ്പൊ ഉണക്കിയിടാന് മെഷീൻ ഉണ്ടാകേണ്ടല്ലോ. ഒന്ന് ഉണക്കി കഴിഞ്ഞാല് നിർത്താൻ സ്ഥലം വേണ്ടേ. പുറത്ത് അവിടെ അയല് കെട്ടിങ്ങാണ്ട് അതിലൊക്കെ ഷീറ്റ് ഇട്ടിങ്ങാണ്ട് അതിലൊക്കെ ഫുള്ളാ. അപ്പൊ എന്നും ഉണ്ട് ലോഡ് തിരുമ്പിങ്ങാണ്ട് സംഭവം ഉണക്കി വെച്ചിട്ടുണ്ട്. വെയിലിടും വിചാരിച്ചിട്ട്. അപ്പൊ ഇവിടെ കയ്യിലെട്ടി കൂടെയൊക്കെ കെട്ടി കഴിച്ചിട്ടല്ലേ. സ്കൂളുണ്ടെങ്കിൽ പറയും വേണ്ട. സ്കൂളുണ്ടെങ്കിൽ ഏറെ ഉണ്ട്. യൂണിഫോം ആയാലും വന്നിട്ടായാലും അല്ലെങ്കിൽ അത്രക്കില്ലേനും. അതുകൊണ്ട് തിരുമ്പാനും ഉണങ്ങാനുമാണ് പണി. തിരുമ്പാൻ പണിയില്ല, ഉണങ്ങിയത് ഇടാനാണ് പണി. എല്ലാ പേരിലും ഇപ്പൊ തന്നെയൊക്കെ അവസ്ഥ, സെയിം അവസ്ഥയൊക്കെ. ഉണക്കാൻ നല്ല പാടാണ്. അപ്പൊ നമ്മൾ രാത്രി കിടക്കുമ്പോ ഇതിലൊക്കെ ഇട്ടാ അങ്ങനെ കാറ്റിട്ടാണ് ഉണങ്ങിക്കോളും. അപ്പൊ ഞാന് കുറച്ച് ഉണങ്ങിയിട്ടൊന്നുമില്ല. എങ്ങനെയാലും ഒരു പച്ച ഇതുണ്ടാകും. പച്ചല്ല, ഒരു തണുത്ത ഫീലില്ല. ഇപ്പൊ മഴ ആയതുകൊണ്ടേ വെയിലത്തിട്ട മാതിരി ഉണക്കിയ ഇതാവൂലല്ലോ. ഒരു ചളിന്റെ കളർ ആയിരുന്നില്ലേ അത് കണ്ടിട്ട് എടുക്കണ്ടായിരുന്നു. ഏതായാലും പോയി കിട്ടി. അത് വേണേ മണ്ണ് പോയി ചളിയാക്കിക്കാം. വാഷിംഗ് മെഷീൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ ജനാൽമ കൂടെ അങ്ങോട്ട് വിരിച്ചിടും. വേറെ വഴിയില്ല. ഉണങ്ങിക്കണേ, ഉണങ്ങിയാ മതി മഴക്കാലത്ത്. ഇത് കുട്ടിന്റെ പിന്നെന്ന് പറഞ്ഞാല് പുതപ്പ് ഇന്നലെ അതിന്റെ അടിയിൽ കൂടെ കൂളറിൽ വെള്ളം ഫുള്ളായിട്ട് പുതപ്പ് ഇന്നലെ കുഞ്ഞമ്മ അവിടെ കടന്നപ്പോ ആകെ നനഞ്ഞിക്കണം. നിറച്ച തുണികളാ. പോരാത്തതിന് ഇതിലുമുണ്ട്. ഇതെല്ലാം ഇവിടെ സ്റ്റോക്ക് ആക്കി വെക്കട്ടെ. അപ്പൊ ഇന്നത്തെ രാവിലത്തെ കടിയാണ് കലക്കി പറഞ്ഞപ്പം. ചില നാട്ടിൽ ചീയപ്പം എന്നൊക്കെ പറയും തോന്നുന്നതിന്. ഞങ്ങള് കലക്കി പറഞ്ഞപ്പം എന്നറിയല്. അപ്പൊ ഇവിടെ കുമ്പളങ്ങ എടുത്ത് വെച്ചിരിക്കുന്നു, ചീരിയുണ്ട്. എന്തേലൊക്കെ കൂട്ടാൻ തട്ടി കൂട്ടട്ടെ. ഇത് മിക്കവാറും ഇത് നല്ല എന്താ കട്ടില്ല തണ്ടത് ഉപ്പേരി വെക്കാൻ പറ്റുമോ? ഉപ്പേരിക്ക് ഉണ്ടാവൂലത്, വാടിയാണ്. അപ്പൊ താളിച്ചല്ല ചീരന്ന് തപ്പി തപ്പി ലാസ്റ്റ് ഉപ്പേരിക്കുള്ള ചീരാക്കി എടുത്ത് ഉപ്പേരി വെക്കട്ടെ. ചതവെന്തിനാ? കറണ്ട് ഇപ്പൊ പോയി വന്നിട്ടുള്ളു. അപ്പൊ ഇനി ചതക്കാൻ നോക്കട്ടെ. ഒക്കെയാണതുണ്ട്. നോക്കട്ടെ എന്തെല്ലാം ഉള്ളു. അപ്പൊ തേങ്ങ അത്ര വേണ്ട. തേങ്ങ ചതച്ചാക്കണം. റിതുവാ കുട്ടിനെ നാട്ടിക്കാടാ, കുട്ടിനെ നാട്ടെ ആദ്യം കൊടുത്തു തല മുട്ടാതെ ആട്ടിക്കോ. ശരിയായി കൊടുക്ക്. തൊട്ടിയല്ലേ തൊട്ടി നോക്കും മൂടിക്ക് എല്ലാം ആട്ടി കൊടുക്ക്. ഇട്ട തുണി മുഖത്തോടൊക്കെ ഇടും. എല്ലാം ആട്ടി കൊടുക്കേ. അപ്പൊ ആട്ട് വെല്ല വെല്ല ആട്ടി കൊടുക്കും.
എടുക്കേണ്ടി വരും ഇത് എടുക്കണ്ട എനിക്ക് പനിയല്ലേ മഞ്ഞപ്പൊടി ഇടണേ ഉപ്പേരിക്ക് ഞാൻ അടുത്ത് കൊന്നിക്കുന്നത് ഒന്നും കൂടി ആട്ടിക്കൂടെ നമ്മള് നീച്ചിട്ടാ എനിക്ക് പനിയാണ് ഉപ്പാക്ക് ഉറക്കണ്ട അറിഞ്ഞീനി പുഴുങ്ങിയാ മതി അറിഞ്ഞീനി കടുക് എടുത്തിടാനാ നോക്കണ്ട എപ്പോഴാ വന്നേ? രാവിലെ പറഞ്ഞീനി പുഴുങ്ങിയാ മതി ഇവിടെ അമ്മാന്റെ ഒപ്പം കേട്ടോ. അപ്പൊ പൂളതാണ് കുത്തിയടച്ച പൂള. പൂള നമ്മള് കടുക് വറക്കും, അതേപോലെ പുഴുങ്ങും, പിന്നെ ഇറച്ചിയും പുളിയും വെക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പേരി വെക്കില്ല. അതിനടുത്ത മാങ്ങ ഉണ്ടേനി ഇവിടെ, മാങ്ങ ചമ്മന്തി, പിന്നെ മോരുകറി ഉണ്ടാക്കാനുള്ള തേങ്ങ അരച്ച് വെച്ചിരിക്കണം. അത് പോലെ മുളകും പൊടി, മുളകാണ് ഇവിടുത്തെ വില്ല. ആ മുളകും പാത്രത്തിലത്തെ മുളക് തന്നെ. അപ്പൊ മാങ്ങ ചമ്മന്തി ഉണ്ട്, ചീരപ്പേരി ഉണ്ട്, മോരും കറി ഉണ്ട്. ഇതില് കുമ്പളങ്ങ ഇടണം. അല്ല കുമ്പളങ്ങ കുക്കറിൽ കുമ്പളങ്ങ വേവിച്ച് വെച്ചിരിക്കണം. ഇപ്പൊ കൊണ്ട അങ്ങനെ നമ്മൾ ചമ്മന്തിക്ക് മുളക് പൊടി ഇല്ലാന്ന് പറഞ്ഞ പുതിയ പാക്കറ്റ് മുളക് പൊടി എടുക്കാൻ വന്നപ്പോ ഞാൻ ഈ ചേങ്ങ ഇതൊന്നും ഞാൻ അയക്കില്ല, ഒക്കെ ഓൻ്റെ കച്ചില്ല കേട്ടോ രീതിയിൽ. അത് വിരിച്ചു മതി 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 നീച്ച് ഇവിടെ കടന്നാടെ കുറച്ചേരം കടന്നു. നീ പണി എടുക്കാൻ അയക്കൂലേ ചങ്ങായി. ഇത് മാറിക്കാൻ എനിക്ക് പനി വരുന്നുണ്ട്. അതത് കടന്നോട്ടെ. അപ്പൊ ഒരുവിധ പണി കഴിഞ്ഞ് ഞങ്ങൾ കഞ്ഞി കുടിച്ചു കേട്ടോ. കഞ്ഞി ഇറക്കാൻ കുറിച്ചുള്ള ആദ്യം പൂളിയുണ്ട്, അച്ചാറുണ്ട്. ഇവിടെ കറണ്ട് വയ്ക്കുന്നത് മഴ മൂടിനോട് പെരുമഴ. കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ചോറയൊക്കെ കഴിഞ്ഞു. നേരെ എങ്ങനെയാലും ഒരു ഇരുട്ടാണ്, ഇരുട്ടുത്തി വരണം. കാരണം പുറത്ത് നല്ല മഴയാണ്, നല്ല മഴ. അപ്പോൾ കുഞ്ഞാനാണെങ്കിൽ രാവിലെ പണിക്ക് പോയതാണ്. മഴയത്ത് പണിയൊക്കെ ഇക്കാരം എന്താട്ടോ. അപ്പൊ നമ്മളെ കുഞ്ഞുമണി ഇവിടെ കിടക്കുന്നുണ്ട്, ഇരിക്ക കൊടുത്ത് ഇവിടെ കടത്തിക്ക കേട്ടോ. ഒന്നിനായിട്ടാണല്ലോ ഒരു കാര്യത്തിനായിട്ട്. എന്താ ചേച്ചിയാ അപ്പൊ കൊറേ ബുക്കുകൾ പൊതിയുണ്ടെങ്കിൽ നാളെ കൊറേ ബുക്ക് പൊതിഞ്ഞതാണ്. അപ്പൊ എന്താ വെച്ചാല് അതത് കഴിച്ചല്ലേ കിട്ടിക്ക. ആ അന്ന് പിന്നെ അയച്ചില്ല, ഇപ്പോഴും പിന്നെ അയച്ചില്ല അല്ലേ? ഇല്ലേ അടി കിട്ടണോ? അടി ഇവിടെ കുറിച്ച് ഇവിടെ മറക്കില്ല. കുടിച്ച് ഇവിടെ കുടിച്ച് വിടാ. ആദ്യം കുടിച്ച് എന്നിട്ട് വെക്കാം. എന്താ ഇതവിടെ കുടിച്ചോ? അവിടെ തന്നെ എന്നോട് കുടിച്ചാ പറഞ്ഞല്ലോ. കുടിച്ചിണ്ടേ അവിടെ പൊട്ടൂല. ഞാന് പൊട്ടൂല. ആ ഒരു ചെറുതായിട്ടൊക്കെ തട്ടും. ബുക്ക് വാങ്ങാനൊന്നല്ല പണി, ബുക്ക് പൊതിയാനാ പണി. നേഴ്സിലിപ്പം തെരഞ്ഞിട്ട് കാണണ്ടേ?
ഫസ്റ്റ് എങ്ങനെ പൊതിയണെന്ന് വെച്ചാല് ഓനെടുത്താ അനക്ക് പനിയാണ് എന്നാലും വേണ്ട. ഇപ്പൊ പാകിയല്ലോ. ഇപ്പൊ പാകില്ലേ? അടി കിട്ടണ കിട്ടണ പൊതിയണെങ്കില് ഓൻ സമ്മതിച്ചണം. അപ്പൊ നമുക്ക് ഒന്നും നോക്കണ്ട. ഓനെ ഇവിടെ ഇരുത്തിയിട്ട് അമ്മക്ക് പൊതിയൽ തുടങ്ങാം അല്ലേ? അടികൊമ്മാലല്ലേ പുതിയ ഹാർട്ടാണ്. എന്താ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇട്ട പുതിയല് തീരെ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ വേണ്ടായിരുന്നു. ചെറിയ പീസുള്ളൂ. ഇല്ലല്ല അന്നെ പൊടി ഇട്ടോ. അൽഹംദുലില്ലാ. എടബ്ബ ഇബ്ബടെ ഇബ്ബ ഇബ്ബ ഞമ്മൂട്ടി ഇബ്ബാന്ന് പറഞ്ഞാനി ഇബ്ബ. അടങ്ങി കടക്കണില്ല. കൗലിലൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. അതിന് കൗലിങ്ങനെ മുട്ടുമ്പോ അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും സുഖാണോ ചോദിക്കാനി? സുഖമാണോ? മറ്റേ നോക്കി മറ്റൊരു പനിയാണ് അവിടെ കൊടുക്കാത്ത അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുഴങ്ങി. കാരണം എന്താ വെച്ചാല് ഫസ്റ്റത്തെ പേജ് പിൻ ചെയ്തു ഞാൻ. അതുകൊണ്ട് ഞമ്മള് പൊതിയൽ ഇവിടെ ഫ്ലോപ്പ് ആയിക്കാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പൊതിയാം. കുന്മാൻ ഇവിടെ നനഞ്ഞ് കുളിച്ചെത്തിക്കാണ് ഗൈസ്. എന്താണത്? മീനോ? പോത്തോ? പോത്ത് മീനോ? അതെന്ത് മീനോ? പോത്തും ആയി മീനും ആയില്ലേ? കഷ്ണ മീനേക്കാട് മണി പറഞ്ഞു. എങ്ങനെയുണ്ട് നന്ദി പണിയെടുത്തിട്ട്? ഇതുവരെ വെയിലല്ലേ കൊണ്ടിന്? എന്താ ചെയ്യലേ? മഴ ആണെങ്കി മഴ, വെയിലാണെങ്കി വെയില്. നമുക്ക് എന്തായാലും പണിയുണ്ട്. ഷോക്ക് അടിച്ചില്ല അപ്പൊ മയത്ത്? ഷോക്ക് ഇറത്തൊക്കെ അടിക്കും. എന്താ കാട്ടണം? ഞാൻ ഈ പണിയല്ലേ പഠിച്ചിട്ടുള്ളൂ. പണി നമുക്ക് അറിയില്ല. ആരീ പണി പഠിച്ചാ പറഞ്ഞേ? തോന്നാ പഠിച്ചിട്ടില്ലേ? എന്താ തപ്പ് ഫോണ്? അവന്റെ ഒരു സന്തോഷം. മുണ്ട് മുണ്ട് വേണ്ടേ? മുണ്ട് കൊടുന്നേരാ. ചളി കളയാന അങ്ങോട്ട് കേറി പിന്നെ ഇതാക്കി ആ പാട്ടേറ്റ് വന്ന് വെള്ളം പാർന്നില്ലേ? ഇനി എങ്ങട്ടാ തൂക്കി പിടിച്ചണം. വണ്ടി കഴുകിയോ? ചളിയില് സിനുവിനൊക്കെ ഉണ്ടേ
എവിടുന്ന് വന്നോ ആ ഓണ്ട് വണ്ടി പോയിരുന്നു. തന്നെ? ഞാൻ ഓനെ ഒപ്പം നിൽക്കാം, പക്ഷെ ഞാൻ ഓനെ കണ്ടിട്ടില്ല. ഓൻ ഞാൻ കണ്ടു. ഞാൻ വണ്ടി ആ പുക ഇരുന്നാക്കണോ? പെരിക്ക് പോയോ? ഓൻ പെരീക്ക് പോയില്ലോ. ബൈക്കുമ്മലാണ്, മുന്നന്റെ വണ്ടി. ആ രണ്ടാളൊപ്പം ഒപ്പം ഇനി വണ്ടി അങ്ങനെ പോരീനി. ആ രണ്ടാളൊപ്പം വരുന്നുണ്ട്. ഞാൻ രാവിലെ വിളിച്ചു നോക്കിയാ, പിന്നെ വിളിച്ചിട്ടില്ല. കുന്മാ വന്നപ്പോഴേ മുണ്ടാതെ നിങ്ങളെ സൗണ്ട് കേട്ട് കിടക്കാണ് ഇവിടെ. മുത്തഞ്ഞേ 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 എന്റെ അടാ പോയോ പോയോ? അടാ അടാ പച്ചി പോയി. അങ്ങനെ വൈകുന്നേരം ആയപ്പോ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ കട്ലറ്റ് എന്നാ വരുന്നത്, എന്താ പറയാ, കൽത്തപ്പത്തിന്റെ മാവ് ഇവിടെ കൂട്ടി വെച്ചിക്കണേ. നമ്മൾ ഉണ്ടാക്കണ കുക്കറിലാട്ടോ ചൂടാക്കാൻ വെച്ചിക്കണേ. ശരിക്ക് തേങ്ങ കൊത്തിങ്ങാട് ഇടും, അല്ലെങ്കിൽ ചെറുള്ളി ഇടും. ഞാൻ ഒന്നും ഇടില്ല. ഇതങ്ങനെ ഡയറക്റ്റ് പാരയാണ്. മതി. ഇനി അടുത്തത് നമുക്ക് ബാക്കി അടുത്ത സ്റ്റെപ്പായിട്ട് വരാം. ഉമ്മാക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു പിരാന്താട്ടോ, എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മളെ കുക്കിംഗ് ഷോയിലായ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ കടി എവിടെ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ കടി ഇപ്പൊ അറിയുള്ളൂ. എന്തിന്റെ കടിയാണ്, എന്താ കടി, എന്താ കടി? എന്തിന്റെ കടിയല്ല, കൽത്തപ്പോ. കൽത്തപ്പോ എഴുതണ്ടിരുന്നേ കൽത്തപ്പം. അത് കിട്ടൂല, ഇത് ഇടുക്കേ. അതിന് വിളിച്ചല്ലോ പെങ്ങളേന്. ഇത് കിട്ടില്ലല്ലോ. അത് അങ്ങനെ കിട്ടൂല, അത് ഇടുക്കി. ഞാൻ ഇപ്പൊ ഇതിന് സാധനം വെച്ചില്ല എടുക്കാന്. എന്താണ് ഇത് കാണാനല്ല, ഒരു കറുത്ത ചട്ടകം വെച്ച്. ഫോട്ടോ എടുക്കുന്നു. ആ ഞാൻ കാട്ടിത്തരാം, വീഡിയോ എടുക്ക. കുന്മാനെ ഇവിടെ വരികയാണ് പാവം തര കാട്ടിക്കണേ. ഇതേതാ വേഷം? ഫുള്ള് എടുക്കുന്നു. അപ്പൊ എടുക്കണം കേട്ടോ. എടുത്തേ. അപ്പൊ നമ്മളെ കാലത്തപ്പം നല്ല ഉഷാറായി. നോക്കി പൊങ്ങിയത് കാട്ടി കൊടുക്കട്ടെ. നല്ല അടിപൊളിയായി. കേക്ക് മാർക്കണ്ടല്ലേ? അടിയാണ് മിക്കവാറും അടിന്റെ കാര്യയിലാണ്. അത് നോക്കി നിങ്ങള് ആ ഉള്ളു വന്നിട്ടില്ല. മാന്തല്ലി എന്താ വേഗത്ത് അതൊക്കെ ആകതായി. എനിക്ക് നോക്കി കാട്ടിന് അത് തിന്നാൻ പറ്റൂല. വേയിച്ചട്ടെ തിരിച്ചിട. അതിലൊന്നല്ല അപ്പച്ചട്ടിയിൽ ഇടുക. അതാ ഞാൻ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ എല്ലാവരും സാധാരണ പാളി പോയ ചക്കക്കൂട്ടാനോ ചക്കക്കൂട്ടാനാണത്. ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ ഉള്ളത് ഞാൻ ഉണ്ടാക്കിയല്ല. ചക്കക്കൂട്ടാനടി ഉമ്മാനോട് പറയണ്ട. ഉമ്മാക്ക് പിന്നെ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ എന്തിട്ട് അറിയോ, അപ്പച്ചട്ടിയിൽ നമ്മളെ കറുപ്പ് അതിലിട്ട് പൊരിച്ചു കൊടുക്കും, മുരിച്ചു കൊടുക്കും. ഞാൻ ഉണ്ടാക്കലില്ല, പറഞ്ഞു കൊടുക്കും നിങ്ങള് ശരിക്കും. അടിപൊളിയായിട്ട് ഉണ്ടാക്കൂല, ഉണ്ടാക്കൂ. അതുപോലെ സത്യം പറഞ്ഞു കൊടുത്തോളിട്ടോ. പോയി ഞാൻ എന്നാ നല്ല പൊങ്ങിയെന്നപ്പോ ഞാൻ വിചാരിച്ചേ നല്ല ഉഷാറായി കേട്ടോ. പക്ഷെ ഇതെന്തോ പാളിച്ച പറ്റിയതാണ്. ഇമ്മ അവിടെ തിന്നാൻ റെഡി ആയി നിക്കണം. ഉമ്മാനോട് എന്ത് പറയും? എന്താ ചെയ്യാ, പണിയായി. ആ അറ്റംപ്റ്റ് പാളി. നെക്സ്റ്റ് ഐഡിയ നോക്കാം. ഞാൻ കുക്കറിൽ തന്നെ ഉണ്ടാക്കല് സാധാരണ. നമുക്ക് ഈ ചട്ടിയിലൊന്നും ഉണ്ടാക്കി നോക്കാം. വെള്ളം കൂടിയൊന്നല്ലല്ലോ. ഞാൻ കലത്തപ്പം സത്യം പറയും ഞാൻ ഉണ്ടാക്കലില്ല. ചൊക്കിന് കലത്തപ്പം നെയ്യപ്പൊക്കെ ഞാനോട് പറഞ്ഞല്ലേ നെയ്യപ്പം ഉണ്ടാക്കിയാ മതി. അപ്പച്ചി പറഞ്ഞ നെയ്യപ്പം ഉണ്ടാക്കണ്ട, ഉമ്മാക്ക് കലത്തപ്പം മതിയാവും. അപ്പൊ നമ്മള് ഉച്ചക്കത്തെ ഉപ്പേരി ഇത് മാറ്റിയിട്ട് ഇതിലൊന്നും ഉണ്ടാക്കി വെക്കട്ടെ. ഉമ്മ കൊറേ നേരം എവിടെ കാത്തു നിൽക്കണം. ചായ ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, പാൽച്ചായ. അപ്പൊ ഇത് ഒഴിവാക്കിട്ട് നമുക്ക് ഇതിക്ക് നോക്കട്ടെ നീ. അപ്പൊ നമ്മളെ കലത്തപ്പത്തിന്റെ പാത്രം വെച്ചിക്കണം കേട്ടോ.
ഇതാണ് പാത്രം. നമ്മള് ചുമര് ഇത് കത്തി. ഇതിപ്പോ പുള്ളി എന്ന സാധനല്ല. ഇതെന്താ പുള്ളി? കരിഞ്ഞതാ? അത് കരിഞ്ഞതാ കൂട്ടാൻ വെച്ച്. അല്ലാതെ ആര് പുള്ളി ഇട്ടതാ? ഇത് ഓൾറെഡി പുള്ളി ഇല്ലാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഞാൻ നാസാക്കി പറയാണോ വിചാരിച്ചിട്ട് ഞാനൊരു ഇതുണ്ട്. ഓൾറെഡി പുള്ളി ഇല്ല. നല്ലതാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ വരും ഉണ്ടാക്കടുത്ത്. ഞാൻ ഉണ്ടാക്കൂല, ചറിയില്ല. പാളിപ്പോയ കൽത്തപ്പം. അത് ഇമ്മതൊക്കെ തിന്നും. ഇമ്മ അതിന്റെ വക്കുമൂലൊക്കെ എടുത്ത് തിന്നും. എന്താ പറ്റിയെന്നറിയില്ല. നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട്, വേഗാത്തോണ്ട്. മതി, ഒന്ന് ചുറ്റിക്കാണി ആകെ. ഒന്നൊന്നര കഴുത്തപ്പിക്കരുത്. നമ്മൾ അപ്പം മാതിരിയായിട്ട് ഉണ്ടാക്കണേ, മറ്റേ വേണ്ട. അതാകുമ്പോ കുഴപ്പമില്ല. ഇത് എന്തോ പറ്റി പൊടിക്കണ കംപ്ലൈന്റ്. അപ്പൊ നമ്മള് അപ്പം മതി മറിച്ചിട്ട് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത് ഇട്ട കൽത്തപ്പം നല്ല അടിപൊളിയായി കിട്ടിട്ടോ. എന്തൊക്കെയാണാവോ? നേരത്തെ തീട്ടാ മതി കേട്ടോ. ഇതുപോലെ ആകൂലേ? നല്ല അടിപൊളി, നല്ല സോഫ്റ്റ്, അടിപൊളിയായി. അപ്പൊ നമ്മളെ പാത്രത്തിക്ക് മാറ്റാം. കുഞ്ഞാനെ, അപ്പം സൂപ്പറായി കിട്ടി. ഇങ്ങോട്ട് വാ. ഇനി അടുത്തത് നമുക്ക് പാരാം. അപ്പൊ ഇനി രണ്ടാമത്തേത് വയറിനൊക്കെ നമുക്ക് ഇത് ഫുള്ള് പാരാം. അപ്പൊ മേലെ ബബിൾ ഇങ്ങനെ വരും നല്ലോണം. ഇതില് ചുട്ടപ്പോ അങ്ങനെ നല്ലോണം വന്നിട്ടോ. ഇതില് വന്നപ്പോ അങ്ങനെ വന്നിട്ടില്ല ഇനി. അപ്പൊ ഇതേപോലെയാണ് വരിക. ഇത് അടച്ചേക്കാം. കുറച്ച് സിമ്മിലായി കൊടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.